ഇന്നിപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഹരിത എന്നാണ് പേര്, ഹിന്ദു ആണ്. ആളെനിക്ക് ഒരു സാക്ഷ്യം അയച്ചു തന്നു. അത് എൻ്റെ കൂടെ പഠിച്ച മറ്റൊരാളുടെ സാക്ഷ്യമാണ്. ആൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. ആളുടെ പേര് ജോസ്മിൻ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തിയിലൂടെയാണ് കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റിയത്. പക്ഷേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഞാൻ മറ്റു പല പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഒരു രക്ഷയില്ല. എൻ്റെ മാനസികമായ നില വല്ലാതെ ഒരു അവസ്ഥയിലായി. ഞാൻ ഒത്തിരി തകർന്നു. അപ്പോൾ ഒരു ബിഗ് സീറോ എന്നൊരു അവസ്ഥയിലായി ഞാൻ. അങ്ങനെ ഞാൻ 2024 ഒക്ടോബർ 3 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പുതിയ പാത്വേ, അതായത് UK പോയി വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതുന്ന ഒരു പുതിയൊരു പാത്വേ ഒരു ഏജൻസി നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനെല്ലാം നല്ല ചിലവുണ്ട്. എങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയും സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ട് വീട്ടിലുള്ളത് കൊണ്ടും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാനാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതാൻ ഇത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാണ് സാധാരണ അവിടെ ചെന്ന് ഓസ്കി പരീക്ഷ എഴുതുന്നത്. ഇത് ഓസ്കി പരീക്ഷ അവിടെ ചെന്ന് എഴുതി. അപ്പോൾ നമുക്കവിടുത്തെ NMC രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ മുൻഗണനയായിരിക്കും ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകാൻ. അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി. പൈസ എല്ലാം പെട്ടെന്ന് തന്നെ പല വ്യക്തികളിലൂടെയും ഈശോയും മാതാവും ഒരുക്കി തന്നു. അപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് കൃപാസന മാതാവാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന്. കാരണം ഒരു നോർമൽ പ്രോസസ്സ് പോലെയാണ് ഇതെല്ലാം പോയത്. പിന്നെ വിസയുടെ കാര്യങ്ങളായാലും അതിന് വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളായാലും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ വിസയുടെ അപ്പോയിൻമെൻറ്റിന് പോയപ്പം അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് ഞാൻ അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്നെ വിസ അടിച്ച് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് പ്രയോറിറ്റി വിസയാണ് വെച്ചിരുന്നത്. 3 ദിവസം കൊണ്ട് വിസ എനിക്ക് അടിച്ചു കിട്ടി. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. അങ്ങനെ ഞാൻ UK പോയി. ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ 7 UK പോകുന്നത്. അവിടുത്തെ ഒരാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഓസ്കി പരീക്ഷ അറ്റൻഡ് ചെയ്തു. 17 എൻ്റെ റിസൾട്ട് വന്നു. എന്നെ അത്ഭുതകരമായിട്ട് ഈശോയും മാതാവും അവിടെ പാസ്സാക്കി. അതിൻ്റെ അകത്ത് ഒരു 2 സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓസ്കി എക്സാമിൻ്റെ സമയത്ത് 2 സ്റ്റേഷൻ്റെ അകത്ത് മാതാവ് നടത്തിയ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു സ്റ്റേഷൻ്റെ അകത്ത് എഴുതാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എങ്ങനെയോ അത് വിട്ടുപോയി. പഠിക്കാനുള്ള സമയത്ത് വിട്ടുപോയി. എന്താ അവിടെ എഴുതേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ അറിയത്തില്ല. ഓർത്തെടുക്കാനും എനിക്ക്